ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 75 ഇപ്പോൾ 75 ദിവസമായിട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സ്ക്രാച്ച് ആൻഡ് വിൻ പരിപാടികളാണ്. ആ പരിപാടികളാണ് നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി തെറ്റിപ്പോയ അൻമോൾ ഇന്ന് മറ്റേ കാർഡാ, മ്യൂട്ട് കാർഡ്, 12 മണിക്കൂറിന്റെ മൗനവ്രതം മ്യൂട്ട് കാർഡ്. പുതിയ അനുമോള് കാർഡ് ഇറക്കണതിന് അനുമോള് ബിഗ് ബോസ് ഒന്ന് സ്ക്രാച്ച് കാർഡ് കൊടുത്തു. അതൊന്നും അല്ല അനുമോളുടെ കാർഡുകൾക്ക് മ്യൂട്ട് കാർഡ്. തുടക്കം പ്രൊമോയില് കാർഡുകൾ ഇറക്കിയത് കൊണ്ട് സാധനം അനുമോള് കറക്റ്റ് ആയിട്ട് ഇറക്കുന്നുണ്ട്. അനുമോളെ ഇറക്കി അടിച്ചു വിടുകയാണ് അനുമോളെ മറ്റേ മ്യൂട്ട് കാർഡിൽ ഇരുന്ന സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലും നോറി രാവിലെ കുറെ ശ്രമിച്ചു. ശരിക്കും ഇത് മറ്റേ സീനാണ്. ഇത് എന്നെ ഇത്രത്തോളം ഞാൻ സ്നേഹിച്ച എന്റെ പട്ട ഗേൾസ് ഗ്യാങ് പൊളിഞ്ഞു, എന്നെ ആദിലും നോറയും രാത്രി ചീറ്റ് ചെയ്തു. ഒന്നാമത്തെ കാര്യം ആദില നോറ അവര് ഗെയിമേഴ്സ് ആണ്. അവര് എന്തൊക്കെ പറഞ്ഞാലും ആ വീടിനകത്ത് എല്ലാരും അവരെ എന്താ കാണുന്ന അറിയും, ഒരു തരം സഹതാപത്തിലൂടെയാണ് അവരെ കാണുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം അവരെ കയറി ഹിറ്റ് ചെയ്യാനും കുറച്ചൊരു മടി എല്ലാവർക്കും ഉണ്ട്. അത് ഇവര് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുതലെടുക്കുന്നുണ്ട്. അത് ആദില പിന്നെ ഗെയിമായിട്ട് തന്നെ കളിച്ചു പോവാണ്. നൂറ പിന്നെ ഇതിനെ കുറിച്ചൊന്നും ബോധേഡല്ല. പക്ഷെ ഇവർ രണ്ടുപേരും ആദിലും നൂറയും കൂടി ഉള്ള എല്ലാ കോൺവെർസേഷനും നിങ്ങൾ നോക്കിയാൽ മതി. അവർ ഭയങ്കര കാൽക്കുലേറ്റഡ് ആണ്. കൃത്യമായിട്ട് ഇന്ന ടൈമിൽ ഇന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് രണ്ടുപേരും നിൽക്കുമ്പോൾ അത് വരുന്നുണ്ട്. ഇന്ന ആഴ്ച ഇന്ന രീതിയിൽ ഇന്ന വ്യക്തിയോട് ഇന്ന അപ്രോച്ച്, ഇന്ന ആളെ ഇഗ്നോർ ചെയ്യണം, ഇന്ന ആളെ ചേർത്ത് പിടിക്കണം. അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് നമുക്ക് അവരുടെ രണ്ടുപേരുള്ള കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവും. ഇന്നലെ രാത്രി അത് തന്നെ ഉണ്ടായ. അനുമോള് മെയിൻ ആവാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. ലാസ്റ്റ് അനുമോൾക്ക് തന്നെ പണിയായി. ആൻഡ് ഫ്രണ്ട്സ് ആയിട്ട് അനുമോൾ ആ വീടിനകത്ത് കാണുന്ന രണ്ടുപേരും തന്നെ എന്ത് ചെയ്യും, അതിനിട്ട് മക്ക് വെച്ചു. അതുകൂടെ അനുമോള് മ്യൂട്ട് കാർഡായി. 12 മണിക്കൂർ മൗനവ്രതത്തിലൊക്കെയാണ്. അല്ല, അപ്പൊ അതാണ് കണ്ടിന്യൂ ചെയ്തു. പിന്നൊന്നും പറയാൻ പോയില്ല. അത് മൗനവ്രതത്തിലാണെന്നും പിന്നെ കിച്ചണിനകത്തേക്ക് അനുമോൾ ഇല്ലാന്നും കണ്ടപ്പോ നേരെ നെവിൻ ചാടി ഇറങ്ങി. ഞാൻ എന്റെ ഫുഡ് ഉണ്ടാക്കുന്നത് നെവിനും ഷാനവാസും നാളെ കിടന്ന് വിളയാടായിരുന്നു. കിട്ടിയ അവസരം മുതലാക്കൂ. പിന്നെ അത് മാത്രല്ല, അനുമോള് ഇപ്പൊ ഈ സംഗതികളൊക്കെ നോക്കുമ്പോ അനുമോള് കുറച്ച് കുറ്റം പറഞ്ഞിട്ടില്ല ഒന്നുള്ളൂ. അല്ലെ അതിലൊന്നും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല. അനുമോള് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതുവരായിട്ട് പുറത്തെടുത്തില്ല. കട്ടപ്പ ക്യാരക്ടർ അനുമോള് പുറത്തെടുത്തിട്ടില്ല. പക്ഷെ അതിലെ ആ നൂറയാണെങ്കിൽ അതിൽ ആ സാധനം ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുക്കാറുണ്ട്. ഇന്നും എപ്പിസോഡ് കണ്ടവർക്കറിയാം അതിലത് പുറത്തെടുത്തിട്ടുണ്ട്. ഈ ഭക്ഷണത്തിൽ ഒരു കൂട്ടുന്ന കാര്യവും അവളെ ഇഷ്ടത്തിന് ഇങ്ങോട്ട് ഉണ്ടാക്കി തന്നിട്ട് നമ്മളെ കൊണ്ട് തീറ്റിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പരസ്പരം പറയുന്നതാണെങ്കിലും അത് ക്യാമറ വഴി പുറത്തേക്കുള്ള ആളുകൾക്കുള്ള ഇട്ടുകൊടുക്കലായിട്ടാണ് ആ സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയ സമയത്ത് ഇവർ പറയുന്നുണ്ട്, നന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒപ്പം മിണ്ടാതിരുന്ന അവിടെ പോയി പിന്നാലെ നടക്കലും ഗെയിമിന്റെ ഭാഗമായിട്ട് ഇത് കൊടുക്കും. അവരെന്താ സ്ട്രെയിറ്റ് പറയുന്ന അനുമോളോട് ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുക. ഗെയിമാണ്, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നിന്നെ കുറ്റം പറയും, ചിലപ്പോ എതിർത്ത് സംസാരിക്കും, നോമിനേറ്റ് ചെയ്യും. ഗെയിമാണ് ഈ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ചെയ്യും. അപ്പുറത്ത് കൊണ്ടുപോയി ഒരു ലോഡ് സ്നേഹം കൊടുക്കും. ഇത് റിസീവ് ചെയ്യുന്ന അനുമോളെ പോലുള്ള ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു സോള്. അനുമോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു എന്താ പറയാ ഒരു നാടൻ വൈബുള്ള ഒരു സോളാ. ഈ അനുമോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ സ്നേഹത്തിന്റെ എലമെന്റ് മാത്രമേ എടുക്കൂ. ബാക്കി ഇവര് പറഞ്ഞതൊന്നും എന്ത് ചെയ്യില്ല. അനുമോക്ക് അത് കണക്ട് ആവൂല. അനുമോക്ക് അത് കണക്ട് ആവൂല. അനുമോളെ വിഷയം എന്ന് പറഞ്ഞാൽ അനുമോള് ബാക്കി ഗെയിമിന്റെ എലമെന്റ് ബാക്കി അനുമോളായിട്ട് ഗെയിം കളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യത്തിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അനുമോള് ഇവരെ ഇട്ട് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് പലതും അനുമോക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി. ഇപ്പൊ ആ ബോള് കഴിഞ്ഞ വട്ടം ആ പറക്കും തളിക ബോൾ ടാസ്കില് ആദില നൂറയ്ക്ക് ബോള് കൊടുത്ത സമയത്ത് ഇവളത് ജസ്റ്റ് ചോദിച്ചു, അവിടെ നിന്ന് ചോദിച്ചു അനുമോള്. പക്ഷെ അത് അത്ര കൂടുതലായിട്ട് പൊട്ടിത്തെറിച്ച് ചോദിച്ചൊരു സീനൊന്നും ആരും ഉണ്ടാക്കിയില്ല. അനുമോൾ അവിടെ ക്രിയേറ്റ് ചെയ്തില്ല. അനുമോക്ക് വേണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അപ്പൊ എന്താണെങ്കിലും തിരിച്ചടികൾ ആർക്ക് കിട്ടുന്നുണ്ട്, അനുമോക്ക് പട്ടാ ഗേൾസ് ഗ്യാങ്ങിൽ നിന്ന് രണ്ടുപേരിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് ഞാൻ കണ്ടത് 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ആക്കിയാൽ മാതിരി മ്യൂട്ട് കാർഡ് ഓഫ് ആക്കിയിട്ട് രണ്ടുപേരപ്പം കട്ടിലിന്റെ മുകളിൽ എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അനുമോളെയാണ് കണ്ടത്. ഇത്രയേ ഉള്ളൂ അനുമോൾ ഇത്രയേ ഉള്ളൂ. മനസ്സിലായി. ഇതാണ് ഒരു പ്രത്യേക ക്യാരക്ടർ. അതങ്ങനെ പോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റേ ഈ കാർഡിന്റെ പരിപാടി, അതായത് വീക്ക്ലി ടാസ്കിന്റെ ഫൈനൽ സ്റ്റേജിലുള്ള പരിപാടികളാണ് ഇന്ന് വന്നത്. അപ്പൊ ഈ പരിപാടി
അക്ബർ ഇന്ന് പക്ഷെ ആക്റ്റീവ് ആയിരുന്നു. ഷാനവാസ് ഇന്ന് ആക്റ്റീവ് ആയിരുന്നു. ഈ ടാസ്കിന് ആക്റ്റീവ് ആയിരുന്നു. അധികം ഫിസിക്കൽ അല്ലാത്ത ടാസ്കാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെ 3 റൗണ്ടിലായിട്ടാണ് ഈ ടാസ്ക് നടന്നത്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ആര്യന്റെ കാർഡുകൾ ഒളിപ്പിച്ചു. അതായത് ആദിലേക്ക് പണി വന്നു പറഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് അതെടുത്ത് പോക്കാൻ, അത് ഒരച്ചു നോക്കി പോക്കറ്റിലിട്ട്. പിന്നെന്താ പറയാ, ആര്യനുള്ളൊരു ക്വാളിറ്റി അല്ല, ആര്യനുള്ളൊരു കാര്യം എന്താ വെച്ചെങ്കിൽ എന്തെങ്കിലും ഉടായ്പ കാണിച്ചു എന്ന് ആദ്യമാണ് പറയും. അതായത് ഒരു വിളവ് കൂടിയാണത്, ഒരു വിളവാണത്. കാരണം നീ കുറ്റം ചെയ്തോ? ആ ഞാൻ ചെയ്തു. പിന്നെ ചോദ്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ല. തെറ്റ് ചെയ്തു ആക്സെപ്റ്റ് ചെയ്തു. ഇത് കളിയിലെ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ബിഗ് ബോസ് എഴുതി വെച്ചതിൽ നിന്ന് വേറൊന്ന് മറ്റേ റിവേഴ്സ് സൈക്കോളജി വർക്ക് ചെയ്തൊന്നും അല്ല. അതിലേക്ക് അവിടെ പണി കിട്ടിയെന്ന് കണ്ടപ്പോ ഇപ്പുറത്ത് എന്ത് ചെയ്തു, എല്ലാം എടുത്തിട്ടാണ് എനിക്കും ഫുള്ള് പണിയിട്ട് വെച്ചു, ഫുള്ള് ഒളിപ്പിച്ചു വെച്ചു. അതിനാണ് ബിഗ് ബോസ് പൊക്കി എന്നോട് കളിക്കരുത്. ബിഗ് ബോസ് ഇന്ന് 2-3 തഗ്ഗ് അടിച്ചിട്ടുണ്ട്. മറ്റേ അക്ബറിനോട് കത്തി താഴെ സാധനമൊക്കെ അടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സൗണ്ട് ഒക്കെ മാറ്റി സംസാരിക്കല്ലേ, അങ്ങനെ സാധനം അടിച്ചിട്ട് അപ്പൊ ഇതിലും ഈ ഒരു 3 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആര്യനാണ് ഈ ടാസ്ക് തൂക്കിയത്. ഓക്കെ, എല്ലാ ദിവസമുള്ള ഡെയിലി ടാസ്ക് തൂക്കിയതും ഇന്നത്തെ ടാസ്കിലാണെങ്കിലും ആര്യന് ഇപ്പൊ ഈ പറഞ്ഞ. പക്ഷെ എന്താ പറയുക, ഇന്ന് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. എപ്പിസോഡും ലൈവും കണ്ടവർ, ഇത് രണ്ടും കണ്ടവർക്ക് കണക്ട് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കണക്ട് ആയ ഒരു കാര്യം ഞാൻ പറയാം. എപ്പിസോഡിനകത്ത് ആര്യൻ ഈ കുരുട്ട് ബുദ്ധി ഒളിപ്പിച്ച് വെക്കുന്ന പരിപാടി കാണിച്ചപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് അനീഷും ഷാനവാസുമാണ്. പിന്നെ നൂറ, ലക്ഷ്മിയും കുറച്ചൊക്കെ എതിർത്തു. പിന്നെ ഒക്കെ അവരെ കൺവിൻസ് ചെയ്തു. ഇവൻ കൺവിൻസ് ചെയ്തിട്ടുണ്ട് ആര്യൻ. പക്ഷെ ഷാനവാസും അനീഷും കൂടുതൽ, അനീഷ് ഭയങ്കരമായിട്ട് എതിർത്തിട്ടുണ്ട്. ഇവന്റെ എല്ലാ പോയിന്റും കളയണം, ഇതുവരെ കളിച്ച എല്ലാ ഗെയിമിന്റെ പോയിന്റ്സും കളയണം. കാരണം അയാൾക്ക് സെക്കൻഡാണ്, പണി നോക്കിയിട്ടുണ്ട് അനീഷ്. പക്ഷെ ഇന്ന് എപ്പിസോഡിലേക്ക് വന്നപ്പോ കംപ്ലീറ്റ് സാധനം നൂറ പറയുന്ന സാധനം മാത്രമേ വന്നു. അനീഷ് സംസാരിക്കുന്നത് കുറച്ച് മാത്രമേ വന്നു. അപ്പൊക്ക് മനസ്സിലായത് എന്താ പറയുക, ഇത് അതിന്റെ ആ എൻടയർ ആര്യനെ പൊളിച്ച ക്രെഡിറ്റ് ആർക്കും പോയി. എപ്പിസോഡ് കാണുന്നവര് നൂറയ്ക്ക് മാത്രമായിട്ട് ആ സാധനം. ആക്ച്വലി അവിടെ നൂറേക്കാൾ കൂടുതൽ എതിർത്തത് അനീഷാണ് പറഞ്ഞത്. അനീഷ് പറഞ്ഞു, അനീഷ് ആ പ്ലാസ്മ ടിവിന് മുന്നും മാറിയിട്ടില്ല ചെങ്ങ. ഷാനവാസും പിടിച്ചപടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സാധനം എനിക്ക് ഒരു വേരിയേഷൻ കണ്ടപ്പോ ഇവർക്ക് എഡിറ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ആക്കാലോ. എനിക്കതൊരു അപ്പർ ഹാൻഡ് നൂറയ്ക്ക് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് എനിക്കാണ് തോന്നിയത്. ഒരു സാധനം ഒരു അപ്പർ ഹാൻഡ് കിട്ടിയ പോലത്തെ ഒരു സാധനം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാവും. നൂറിനെ ഒരു വോട്ട് കിട്ടിക്കാനും നൂറിനെ സേവ് ആക്കാനൊക്കെ. എനിക്കറിയില്ല എന്താണെങ്കിൽ സംഗതി അങ്ങനെയാണ്. എനിക്ക് പേഴ്സണലി ആ ഒരു വേരിയേഷൻ തോന്നി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനിടയിലൊക്കെ ഇവർക്ക് പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആര്യന് ഉരുളക്കിഴങ്ങും വെജും, അതാണ് ഉരുളക്കിഴങ്ങ് ഇടാത്ത ഫുഡും വെജ് ഫുഡും കഴിക്കണം. ഷാനവാസിന് ഉപ്പിടാത്ത ഫുഡ് കഴിക്കണം. അനുമൊക്കെ കുറെ പണി കിട്ടിയിട്ടുണ്ട്. മധുരം കഴിക്കരുത്, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ദീപാവലി സ്വീറ്റ്സ് കിട്ടില്ല, അങ്ങനെ കുറെ സാധനങ്ങള് ദീപാവലി സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ നിന്ന് അനുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നെവിൻ പറഞ്ഞതാ കോമഡി. അല്ലെങ്കിൽ എനിക്കാരും അയക്കൊന്നുമില്ല മൂഡ്. അപ്പോ തമാശക്കാണെങ്കിലും നെവിൻ പോയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ആര്യന്റെ അടുത്ത്. ഞാൻ ഇടും ഇന്ന് രാവിലെ അടുക്കള സീൻ കണ്ടവർക്കറിയാം. ഈ ഷാനവാസും നെവിനും ലക്ഷ്മിയും കൂടിയും ഒരു സംസാരം ഉണ്ടായിരുന്നു. കടലക്കറിയിൽ പൊട്ടറ്റോ ഇടണോ വേണ്ടേ എന്നുള്ളൊരു സ്കീമൊക്കെ. അപ്പൊ ഇവര് പൊട്ടറ്റോ സേവ് ചെയ്യാം, ഇടാതെ ഉണ്ടാക്കാം. അപ്പൊ ലക്ഷ്മി പറഞ്ഞു ഇല്ല, തിക്കാവണമെങ്കിൽ പൊട്ടറ്റോ ഇടണം, അല്ലെങ്കിൽ വേണ്ട പൊട്ടറ്റോ വെച്ച് വേറെ കറി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഇവനും ആര്യന് പണി കിട്ടി അരച്ചു ചേർത്തിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. ആര്യനോട് നെവിനൊരു ഇഷ്ടമുണ്ടല്ലോ ആ സാധനം. അനുമോളാണെങ്കിൽ ചിലപ്പോൾ ചെയ്യില്ല. അതേപോലെ ഇന്ന് മോർണിംഗ് ടാസ്ക് കാണിച്ചിട്ടില്ല ഇതിനകത്ത്. പക്ഷെ മോർണിംഗ് ടാസ്കിൽ ഈ ഷാനവാസ് അക്ബറിന്റെ കാര്യങ്ങള് രസമായിരുന്നു. അത് കാണിക്കേണ്ടിയിരുന്നു ശരിക്കും ആ സാധനം. കാരണം ഷാനവാസ് ഇത്രയും നെഗായിട്ടിരിക്കുമ്പോ ആ സാധനം ഒരു അയാൾക്കൊരു ഇത്തിരി പോസിറ്റീവ് കിട്ടാൻ എന്താണ് ഓർത്തിരിക്കുന്നതെന്ന് വെച്ചപ്പോ ഒന്ന് ജയിലിന്റെ അനീഷിന്റെ കൂടെ പിന്നെ അതല്ലാതെ പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. അത് വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ? അല്ല, അത് അയാള് കുറച്ച് എനിക്ക് തോന്നുന്നത് ബോട്ടം ഓഫ് ദ ഹാർട്ട് തന്നെയാണ് ഷാനവാസ് പറഞ്ഞത് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് അക്ബറിന്റെ അടുത്ത് പോയിരുന്നിട്ട് ആദില കൺഫസ് ചെയ്യുന്നു, എടുത്തു കൊണ്ടുപോയ കാര്യങ്ങള് കൺഫസ് ചെയ്യുന്നു. അപ്പൊ അവിടെ അക്ബറിന് ആ ഒരു ഇമോഷണൽ ഫേസ് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഇമോഷണൽ ഫേസിൽ അക്ബറും പൊട്ടി, അവിടെ ആദിലയും പൊട്ടി. ആദിലയ്ക്കും അതൊരു ഭയങ്കര ഗിൽറ്റി ഫീൽ ആയിട്ടുണ്ടായിരുന്നു.
അത് ആദിലെയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം അതങ്ങോട്ട് സങ്കടം ഇങ്ങോട്ട് അണപൊട്ടി ഒഴുകുന്നതായിട്ട് കണ്ടു. എന്തായാലും ഇനിയിപ്പോ ലാലേട്ടന്റെ എപ്പിസോഡിൽ കാണിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. എന്നാലും അത് കാണിക്കണ്ടാവും, എന്നാലും പറയാ അതില് എന്തായാലും മനസ്സിലായല്ലോ. ഷോക്കിംഗ് സാധനം ഉണ്ടാവില്ല എന്തായാലും. എവിക്ഷൻ ഷോക്കിംഗ് ആവുമോ എന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിക്കും. വോട്ടിങ് ക്ലോസ് ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യം ജയിച്ചിട്ട് അനീഷിന്റെ കയ്യിന്റെ മുകളിൽ രാവിലെ എന്തോ പറ്റിയിട്ടുണ്ട്. അത് പുള്ളി എനിക്കത് മിസ്സായിരുന്നു ലൈവില്. പുള്ളിന്ന് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അയാൾ അത് വെച്ചാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആര്യം പോയിട്ട് മറ്റേ ഇവൻ കൺഗ്രാജുലേറ്റ് ചെയ്തു, അനീഷ് ആര്യനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ആര്യൻ അപ്പം എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അപ്പുറത്ത് നൂറയിലോട് പോയിട്ട് അനീഷിനെ കുറിച്ച് എന്തോ അടിച്ചിട്ടുണ്ട്. പറഞ്ഞത് എന്തോ സംഗതി എന്തോ പറഞ്ഞിട്ടുണ്ട് അവിടെ കിടന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അനീഷിന് ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് അയാൾ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുറത്ത് നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് അല്ലാന്നാണ് തോന്നുന്നത്. അയാൾ ആരെങ്കിലും കുറച്ച് ഡെസ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അയാൾ സംസാരിക്കും, അവരോട് പറയും. അനുമോളോട് ഇന്ന് പോയിട്ട് അനീഷ് എന്ത് ചെയ്യുന്നുണ്ട്, ആ സാധനം പറയുന്നുണ്ട്, ഇത് ഒറ്റയ്ക്ക് ഇരിക്കല്ലേ ഇവിടെ ഇതാണോ എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതും പറയണം, അക്ബറിനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആക്കി അക്ബറിനെ എല്ലാരും കൂടി കുത്തി ഒറ്റയ്ക്ക്. അക്ബറിനെ കുറെ ദിവസങ്ങളായിട്ട് ഇപ്പൊ ലക്ഷ്മി അക്ബറിനെ കാണുമ്പോ കസാല മാറ്റിയിരുത്തും, ഇവർ അക്ബർ ഇല്ലാത്ത സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കും. ഷാനവാസ് എവിടെ കിട്ടിയാലും അക്ബർ അനുമോളും നൂറിയും കടന്നും പ്ലാനിങ് തന്നെ അക്ബറെ സൈഡാക്കി. അക്ബറിനെ ഇവരൊരു വില്ലനാക്കിയ വീട്ടിൽ എന്താക്കി, വില്ലനാക്കി ഒറ്റപ്പെടുത്തി. പക്ഷെ അക്ബറിനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടം കൂടി ഇരിക്കണം. അക്ബറിന് താല്പര്യം തന്നെ കൂട്ടം കൂടി ഇരിക്കലാണ്, മനസ്സിലായോ? അത് കുരുതിക്ക് കൊടുക്കലും കൂട്ടം കൂടലും ഗ്യാങ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അക്ബറിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു താല്പര്യം. ഇപ്പൊ ചില ആളുകൾ അങ്ങനെ കാണുന്നുണ്ട്. എനിക്കൊക്കെ ആണ് അവസ്ഥ. എനിക്കൊരു സിനിമ കാണാൻ പോണെങ്കിൽ എന്റെ ഒപ്പം രണ്ടാൾ വേണം, ഫുഡ് കഴിക്കാൻ പോകണം. എനിക്ക് ഒറ്റയ്ക്ക് നടക്കില്ല പരിപാടികൾ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഗ്യാങ് വേണം. അത് റിയൽ ലൈഫിലുള്ളവരും അങ്ങനെ തന്നെ ഗ്യാങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ ശരിക്കും ഈ വീട്ടിൽ ഒറ്റപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെ അറിയാം? അനീഷ്, അനുമോള്, പിന്നെ ഒരു പരിധി വരെ ഷാനവാസ്. ഇവരൊക്കെ ഒറ്റപ്പെടാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ ഇവിടെ കടന്ന് തലകുത്തി പറയുമ്പോ ബാക്കി എല്ലാരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തിയതാണ് അക്ബറിനാണെങ്കിൽ ഇത് ഒറ്റപ്പെടും വേണം. അക്ബറിനാണെങ്കിൽ കൂട്ടം കൂടിയേ പറ്റൂ പറഞ്ഞിട്ട് അക്ബർ ഇവിടുന്ന് വിട്ടാ അപ്പുറത്തേക്കും, എന്നിട്ട് അവിടെ ഒരു കൂട്ടം ഉണ്ടാക്കും. ഇതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തി, ഫുഡിന്റെ പരിപാടി ബാക്കി സീനുകളിലും എത്തി. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് അവിടെ കാര്യമായിട്ടൊന്നും നടന്നിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ ഷാനവാസിനെ കുറിച്ചിട്ട് ആദില നോറയും കൂടി ഇരുന്നിട്ട് ഷാനവാസിന്റെ മറ്റേ ഹിറ്റ്ലർ, അതായത് അവരിപ്പോ ഷാനവാസിനെ കണ്ടെടുത്താ കണ്ടൂടാ, അമ്മായി ഷാനവാസിനെ അതായത് കട്ടപ്പേ ഷാനവാസിനോടും ആദില കയറി കട്ടപ്പയാക്കിയിട്ടുണ്ട്. കാരണം ഷാനവാസിനെ ഹിറ്റ്ലർ, അതായത് ബാക്കിയുള്ളവര് ഹിറ്റ്ലർ മാധവൻ കുട്ടി എന്ന് പറഞ്ഞത് അവര് മറ്റേ ഹിറ്റ്ലർ ആക്കിയിരുന്നത്. അവരങ്ങനത്തെ ഹിറ്റ്ലർ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴാണ് അറിയാൻ പാടില്ല. അയാള് പറഞ്ഞ മാതിരി നമ്മള് പോണം ഈ സ്കീമാണ്. എന്നാ നാളെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ടാസ്കിനിടയിൽ അക്ബറൊക്കെ ഇവർക്കിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പറഞ്ഞിട്ട് അങ്ങോട്ടും പോകും രണ്ടാളും കൂടി. ഇവർ ഈ ഗെയിം ഉണ്ടല്ലോ, ഇവരുടെ ഈ ഒരു ഗെയിം ഫേസ് ആരും അത് പൊളിക്കാൻ നോക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അതിലേക്ക് എടുത്ത് നോക്കുന്നില്ല. ഇവരത് പൊളിക്കാൻ പറ്റിയ ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസും അനുമോളും ആയിരുന്നു ആ വീട്ടിൽ. ആ രണ്ടുപേരും ഇവര് ഗ്രൂപ്പാക്കി വെച്ചോണ്ട് ഇനിയിപ്പോ അത് പൊളിക്കാൻ അവർ രണ്ടുപേരും വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അനീഷിനെ അവർ ആദ്യം തന്നെ വെറുപ്പിച്ച് പണ്ടാറടക്കി. ആദ്യം അതിന് വേണ്ടി എക്സ്ട്രീം വരെ പോയി. അതുകൊണ്ട് ഇനി അനീഷും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. പിന്നെ നമ്മൾ ഇന്നലത്തെ കാര്യം പറഞ്ഞു, ഷാനവാസ് അവിടെ നിന്നത് നമ്മൾ കമന്റിൽ കണ്ടില്ലേ? ആ പാവ വരുന്ന ടാസ്കില് ഷാനവാസ് നിന്നത് ഷാനവാസിന് മെഡിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ടാണ് ലൈവിൽ അങ്ങനെ കാണിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ലെവിന്റെ കാര്യം എന്ന് പറഞ്ഞൊരു സംഗതി പറഞ്ഞതിന് കുറെ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അത് അങ്ങനത്തെ ഒരു ടേം ഉപയോഗിച്ചതല്ല. പക്ഷെ വർക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടു. അതാണ് വർക്ക്, പിന്നെ തള്ളാന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്കെന്തോ കേട്ട സമയത്ത് അത് അങ്ങനത്തെ ഫീലാണ് കിട്ടിയത്. ഓക്കെ, അതിന്റെ ഒരു ക്ലാരിറ്റി പക്ഷെ അത് ക്ലാരിറ്റി ഒക്കെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വരുത്തുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറയും. നന്നായിരിക്കും, കാരണം അത് വരുത്തി കഴിഞ്ഞാൽ കുറെ ഇപ്പൊ നമ്മളെ പോലുള്ള ഡൗട്ട് തീരൂല്ലോ. അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഓക്കെ ഗൈസ്, സോറി ഫോർ ദ ലേറ്റ് വീഡിയോ. അതായത് നട്ടപ്പാതിരേണ്ടി പുലർച്ചെ ഒരു വീഡിയോ, പുലർച്ചെ വീഡിയോ ആണത്. ഇതിപ്പോ ഞങ്ങളിപ്പോ എടുക്കുന്ന ടൈം 1:45. എനിക്ക് പിന്നെ അതിന് സമയവും കാലമൊന്നും ഇല്ലല്ലോ. സമയത്ത് ഇട്ടിട്ട് പോണ ആളല്ലേ, കാണണ്ടവരൊക്കെ കാണും, അത്ര തന്നെ, കുഴപ്പമില്ല. ഓക്കെ, ശരി, ബൈ.